നമസ്കാരം. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും വിവിധ ദളിത് ആദിവാസി സംഘടനകളും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം നിതിൻ രാജിന്റെ പേരിൽ നടക്കുന്നത് എന്താണ്? ഗുണ്ടായിസമോ, തെമ്മാടിത്തരമോ, താന്തോന്നിത്തരമോ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയാലും തെറ്റു പറയാൻ കഴിയില്ല. എന്താണ് ഈ ഹർത്താൽ കൊണ്ട് ഹർത്താൽ അനുകൂലികളും പ്രതിഷേധക്കാരും ഉദ്ദേശിക്കുന്നത്? നീതിയാണെങ്കിൽ ഈ ഹർത്താലിന് പകരം ആ കോളേജ് മാനേജ്മെന്റ് മന്ദിരത്തിന് മുമ്പിലല്ലേ ഇവർ പ്രതിഷേധിക്കേണ്ടിയിരുന്നത്? ഹർത്താൽ ദിനം ആവശ്യ സർവീസുകളും മറ്റും തടയുമ്പോൾ ചോദ്യം ചെയ്യാൻ എത്തുന്നവരോട് ഹർത്താൽ നേരത്തെ അറിയിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞോ? ഇങ്ങനെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹർത്താൽ അനുകൂലികളും മറ്റും സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നവരുടെ പോസ്റ്റുകൾക്കടിയിലൊക്കെ കൊണ്ടുപോയി ഇടുന്ന കമന്റുകൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഹർത്താലിൽ നിർബന്ധിതമായി വാഹനങ്ങൾ തടയില്ലെന്ന് അറിയിച്ച ആക്ഷൻ കൗൺസിൽ നേരം വെളുത്തപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചേ അടങ്ങൂ എന്ന് വാശി പിടിക്കുമ്പോൾ ചിലതൊക്കെ പറയാതെ വയ്യ. കണ്ണൂർ ദന്തൽ കോളേജ് മാനേജ്മെന്റിന്റെ നിരുത്തരവാദപരമായ ഇടപെടലും ലോൺ ആപ്പ് ഭീഷണിയും ജീവനെടുത്ത നിതിൻ രാജിനും ആ കുടുംബത്തിനും നീതി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അടങ്ങുന്ന എല്ലാവരുടെയും ജനവികാരം അങ്ങനെ തന്നെ ആകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഹർത്താൽ കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? നിതിൻ രാജിനൊപ്പം നിൽക്കുന്ന കുറെ പേരുടെ പിന്തുണ ഇല്ലാതാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ. മകൻ പോയിട്ട് 18 ദിവസം കഴിഞ്ഞു, ഇതുവരെയും മകന് നീതി ലഭിച്ചിട്ടില്ല. തെളിവ് സഹിതം ഹാജരാക്കിയിട്ട് എന്തുകൊണ്ടാണ് പോലീസ് റാമിനെ പിടികൂടാത്തതെന്ന പിതാവിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ അത് കാണുകയും ചെയ്യുന്നു. പോലീസിന്റെ വീഴ്ച തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് 100% പറയാൻ ഒരു മടിയുമില്ല. ആ കുടുംബത്തിന് പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി ലഭ്യമാക്കാൻ ഹർത്താൽ അല്ല മാർഗമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് ഇവിടെ കോടതികളുള്ളത്. നിതിൻ രാജിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി നീതി കിട്ടും വരെ പോരാടുകയാണ് വേണ്ടത്. ഇന്നത്തെ ഹർത്താലിന്റെ മെയിൻ ഉത്തരവാദി പോലീസാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്തരം വിഷയത്തെ നേരിടുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നിതിൻ കേസ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ അതിന് ജനങ്ങളെ ഹർത്താൽ എന്ന പേരിൽ ബുദ്ധിമുട്ടിക്കുന്നത് ബുദ്ധിമോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ KPMS സ്വീകരിച്ച നിലപാടിന് കയ്യടി കൊടുക്കാതെ വയ്യ. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ KPMS പ്രക്ഷോഭ രംഗത്ത് ഉണ്ടാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സനിൽകുമാർ ഇന്നലെ പറഞ്ഞത് കേട്ടു. വളരെ സന്തോഷം തോന്നി. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതാണ് പക്വതയുള്ള പ്രതികരണമായി തോന്നിയത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരായ ഡോക്ടർ MK റാമിന്റെയും സംഗീത നമ്പ്യാരുടെയും പങ്ക് അന്വേഷിച്ച് അവർ പ്രതിയെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടണം. രക്ഷപ്പെടാനേ പാടില്ല. ഒപ്പം ആ കോളേജിലെ നിതിന്റെ അധ്യാപകരെ പറ്റി അവിടുത്തെ തന്നെ സഹപാഠികൾ പറഞ്ഞ ആരോപണങ്ങളും പല വെളിപ്പെടുത്തലുകളും ഒക്കെ നമ്മൾ കേട്ടു. ആ വിഷയത്തിലൊക്കെ അന്വേഷണം നടത്തി ജാതി പരിപൂർണ മൃഗങ്ങൾ അവിടെ അധ്യാപകരായി വാഴുന്നുണ്ടെങ്കിൽ നിയമപരമായി അവരെയൊക്കെ ശിക്ഷിക്കണം, അവരെയൊക്കെ ശിക്ഷിക്കപ്പെടണം, അവരെയൊക്കെ പൂട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇനി ഒരു നിതിൻ രാജ് ഉണ്ടാകരുത്. ഇനി ഒരു കുടുംബത്തിനും അങ്ങനെ ഒരു മകനെ നഷ്ടപ്പെടരുത്. ഹർത്താലുകൾ ആര് നടത്തിയാലും ഏത് പാർട്ടി നടത്തിയാലും കൈയടിക്കാൻ താല്പര്യമില്ല, അന്നും ഇന്നും താല്പര്യമില്ല. കാരണം ഹർത്താൽ നടത്തിയതിന്റെ പേരിൽ ഈ നാട്ടിൽ ആർക്കും നീതി കിട്ടിയതായിട്ട് എനിക്കറിവില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യം നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ജോലിയെടുക്കാനുള്ള അവകാശത്തെയും തടഞ്ഞുകൊണ്ടാകരുത് അത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിർബന്ധിച്ച് കടയടപ്പിക്കുന്നതും വാഹനങ്ങൾ തടയുന്നതും ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ദിവസവേതനത്തിന് പണിയെടുക്കുന്ന സാധാരണക്കാരാണ്. അന്ന് പണിക്ക് പോയില്ലെങ്കിൽ അവരുടെ വീട്ടിൽ അടുപ്പ് പുകയില്ല എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ ഇത് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം. രോഗികൾക്ക് ആശുപത്രിയിൽ എത്താൻ കഴിയാത്ത സാഹചര്യവും പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക വിഷമവും നാം കാണാതെ പോകരുത്. അതൊക്കെ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഹർത്താൽ ദിനത്തിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. ഉൽപാദന മേഖല സ്തംഭിക്കുന്നു, വിനോദസഞ്ചാര മേഖല തകരുന്നു, വിദേശ നിക്ഷേപകർ നമ്മുടെ നാടിനെ ഭയത്തോടെ നോക്കിക്കാണാൻ ഇത് കാരണമാകുന്നു. പ്രതിഷേധിക്കാൻ ഹർത്താൽ മാത്രമേ വഴിയുള്ളൂ എന്ന ചിന്താഗതി മാറിയേ പറ്റൂ. നിയമസഭയ്ക്കുള്ളിലെ പോരാട്ടങ്ങൾ, ക്രിയാത്മകമായ സമരങ്ങൾ, കറുത്ത ബാഡ്ജ് ധരിച്ചുള്ള പ്രതിഷേധങ്ങൾ എന്നിവയൊക്കെ ഹർത്താലിന് പകരമായി സ്വീകരിക്കാമല്ലോ. എന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് സമരം ചെയ്യൂ എന്നാണ് പലരുടെയും പിടിവാശി. ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ടുള്ള സമരമുറകൾ ഒന്നിനും പരിഹാരമല്ല. നാടിന്റെ പുരോഗതിക്കും സാധാരണക്കാരന്റെ സമാധാനപരമായ ജീവിതത്തിനും ഹർത്താലുകൾ ഇല്ലാത്ത ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഈ ഹർത്താൽ എന്ന് പറഞ്ഞ പേരിൽ പല സംഭവങ്ങളും കാണിച്ചു കൂട്ടുന്നവരുടെ ഉദ്ദേശം ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ മാധ്യമത്തിൽ എഴുതി കാണിക്കാൻ വേണ്ടിയാണോ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് പോലും തോന്നിയിട്ടുണ്ട്. എന്റെ പ്രതിഷേധം മറ്റൊരാളുടെ കണ്ണീരാകരുത് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു വെക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെങ്കിൽ
അങ്ങനെ ഒരു തോന്നൽ എല്ലാ പ്രതിഷേധക്കാരുടെ ഉള്ളിലും ഉണ്ടാകണം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ പട്ടിണിയാകുന്ന ഒരു കുടുംബത്തിന് ആരാണ് നഷ്ടപരിഹാരം നൽകുക? ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിലേക്ക് പായുന്ന ആംബുലൻസുകൾക്കോ രോഗികൾക്കോ ഹർത്താൽ മൂലം നേരിടുന്ന ഓരോ നിമിഷത്തെയും കാലതാമസത്തിന് ഉത്തരവാദി ആരാണ്? വർഷങ്ങളോളം പഠിച്ചെഴുതാൻ പോകുന്ന ഒരു പരീക്ഷയോ ഇന്റർവ്യൂയോ ഹർത്താൽ മൂലം മുടങ്ങുമ്പോൾ ആ ഉദ്യോഗാർത്ഥിയുടെ തകർന്നു പോകുന്ന സ്വപ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണുള്ളത്? മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും തൊഴിലെടുക്കാനുള്ള അവകാശത്തെയും തടഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഷേധം എങ്ങനെയാണ് ജനാധിപത്യപരമാകുന്നത്? ഹർത്താലിനോട് യോജിക്കാത്തവർക്ക് കടകൾ തുറക്കാനും ജോലിക്ക് പോകാനും സൗകര്യമൊരുക്കാതെ ഭീഷണിപ്പെടുത്തി അവ അടപ്പിക്കുന്നത് പൗരാവകാശ ലംഘനമല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ജാതി കാർഡ് വെച്ച് വെട്ടുന്ന കാലഘട്ടത്തിൽ പലരും പേടിച്ചാണ് ഇത്തരം ഹർത്താലുകൾക്കെതിരെ ശബ്ദം ഉയർത്താൻ പോലും ഭയക്കുന്നത്. പക്ഷേ ചോദ്യങ്ങൾ അത് ചോദിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ദളിതർക്കെതിരെ അതിക്രമം ഉണ്ടായാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഒരു സർക്കാരും സംസ്ഥാനവുമാണ് നമ്മുടെ കേരളം. ഇവിടെ ജാതിക്കും മതത്തിനും മുകളിലാണ് മനുഷ്യൻ എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് അവസ്ഥ? ദളിത് വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് കേരളമൊന്നുമല്ല, ഉത്തർപ്രദേശാണ്. 2022-23 കാലഘട്ടത്തിലെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം 15,000-ത്തിലധികം കേസുകളാണ് ഉത്തർപ്രദേശിൽ മാത്രം രജിസ്റ്റർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 2ാമത്തെ സംസ്ഥാനം കേരളമാണോ? അല്ല, രാജസ്ഥാനാണ്. 3, 4, 5 ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളാണ്. മധ്യപ്രദേശ്, ബീഹാർ, ഒഡീഷ എന്നിവയാണ്. ഒരു 10-ലോ 20-ലോ പോലും നമ്മുടെ കേരളത്തിന്റെ പേരില്ല. അതുകൊണ്ട് നിതിൻ രാജിന് നീതി കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനാവശ്യം ജനപിന്തുണയും നിയമ പോരാട്ടവുമാണ്. അതൊക്കെ നേടിയെടുക്കാൻ ഹർത്താൽ അല്ല മാർഗമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് പോലും. ഇത്രയും പറയാൻ കാരണം രാവിലെ മുതൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും നടത്തുന്ന ഹർത്താലിലും പണിമുടക്കിലും കാണാത്ത ചില സംഭവ വികാസങ്ങൾ, ചില സംഘർഷങ്ങൾ ഒക്കെ കണ്ടു. അത് കണ്ടപ്പോൾ പിന്നെ ഇതൊക്കെ പറയാൻ തോന്നി എന്ന് തന്നെയാണ്. അതായത് ഇങ്ങനെയല്ല ഈ പറയുന്നത് പോലെ ഈ വിഷയത്തെ നേരിടേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സംഘർഷങ്ങൾ ഉണ്ടാക്കിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ആളുകളെ തടഞ്ഞുമൊക്കെ നിതിൻ രാജിന് ഈ ഒരു ഹർത്താൽ കൊണ്ട് നീതി ലഭ്യമാകും എന്നാണ് ഈ പറയുന്ന ഹർത്താൽ അനുകൂലികൾ പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഹർത്താൽ നടത്തി നിങ്ങൾ എത്ര പേർക്ക് നീതി മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഇല്ല, ഉണ്ടാകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഹർത്താലുകൾ എന്ന ചോദ്യം ജനങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ മുഴുവൻ തുറന്നാൽ കാണാൻ സാധിക്കുന്നത് എന്താണ്? ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ എന്ന പേരിൽ അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. പിന്നെ പോലീസിനോട് പറയാനുള്ളത്, പോലീസിന് എന്താ ആവേശമാണ് ഈ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്ന ആളുകളൊക്കെ ഇങ്ങനെ തൂക്കിയെടുത്ത് മാറ്റാനായിട്ട്. ഈ തൂക്കിയെടുത്ത് മാറ്റാൻ കാണിക്കുന്ന ആവേശം പല പൊളിറ്റിക്കൽ പാർട്ടി ആളുകളും ഒക്കെ ഇത്തരം ഹർത്താൽ നടത്തുമ്പോഴും കാണിക്കാൻ ഒരു ഊർജം കാണിക്കണമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഇന്ന് ഈ വിഷയം ഇവിടം വരെ കൊണ്ടുപോയി എത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ പോലീസ് തന്നെയാണ്. പോലീസിനകത്ത് ഒരുപാട് പുഴുക്കുത്തുകൾ ഉണ്ടെന്ന് നേരത്തെ മുതൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ തലവേദനയും ഈ പോലീസുകാർ തന്നെയാണ്. പോലീസിനകത്തുള്ള ചില പുഴുക്കുത്തുകളാണ്, അവർ കാണിക്കുന്ന ചില അനാസ്ഥയാണ്, കെടുകാര്യസ്ഥതയാണ്, നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണെന്ന് ഞാൻ പറയുക തന്നെ ചെയ്യും. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും കൂടുതൽ തലവേദനയായി മാറിയതും ഈ പോലീസ് സംവിധാനം തന്നെയാണ്. ഈ പോലീസിനകത്തുള്ള ഇത്തരം പുഴുക്കുത്തുകൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഈ വിഷയം എത്ര വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ നമ്മുടെ കേരള പോലീസിന് ഒരു നടപടി എടുത്തുകൊണ്ട് ഈ പ്രതികളെ തൂക്കിയെടുത്ത് അകത്തിടാൻ പറ്റും. പക്ഷേ എവിടെയോ ചില പാകപ്പിഴവുകൾ സംഭവിച്ചു എന്നുള്ളതല്ല, ചില പുഴുക്കുത്തുകൾ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്തായാലും സത്യം പുറത്തു വരട്ടെ, നീതി ആ കുടുംബത്തിന് ലഭ്യമാകട്ടെ. എന്തായാലും ക്രിമിനലുകൾ ഒരിക്കലും അധ്യാപകരായി വാഴരുത്, ക്രിമിനലുകൾ ഒരിക്കലും സംരക്ഷിക്കപ്പെടരുത്. പ്രത്യേകിച്ച് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരിക്കലും അത് നടക്കരുത്. അതുകൊണ്ട് നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പം തന്നെയാണ്, പക്ഷേ ഹർത്താലിനൊപ്പമല്ല. ആ കുടുംബത്തിന് നീതി കിട്ടും വരെ എന്തായാലും ആ കുടുംബത്തിന് വേണ്ടി ശബ്ദമുയർത്തുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.